ഹായ് ഹലോ നമസ്കാരം. പേജ്3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാതിരിക്കുന്നത് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ എന്നുള്ള ടൈറ്റിലാണ്. എന്താണ് അങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ പറയുന്ന കുറേയധികം ടോപ്പിക്കുകൾ എടുത്തിട്ട് അതിനകത്ത് നിന്ന് ഓരോ ഭാഗത്തു നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും ഭാഗത്തു നിന്നുള്ളതാണ് മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളതും അല്ലാത്തതുകൊണ്ട് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് പോകാം. 10 ചോദ്യങ്ങളാണുള്ളത്. ഈ 10 ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. 1 മുതൽ 10 വരെയുള്ള നമ്പർ ഇട്ട് വയ്ക്കുക. ഓരോ ചോദ്യങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ ഉത്തരം എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് എഴുതുക. അവസാനം നമ്മൾ ഉത്തരങ്ങൾ പറയുന്ന സമയത്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കണം. ഒപ്പം എപ്പോഴും ചെയ്യുന്ന പോലെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മാർക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഏപ്രിൽ 29-ാം തീയതി തിങ്കളാഴ്ച എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ LPUP ഫൈനൽ ലാപ്പിൻ്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു 70 ദിവസത്തെ ഒരു ഫൈനൽ ലാപ്പിൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ട് 70 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുന്ന രീതിയിൽ പോകുന്നുണ്ട്. ഒപ്പം നമ്മളിതാ വീണ്ടും 29-ാം തീയതി എന്താണ് അതിൻ്റെ സെക്കൻഡ് ബാച്ച് ആരംഭിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് സിലബസ് തീർക്കുന്ന രീതിയിലാണ് നമ്മൾ ബാച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ബാച്ച് ആയിട്ടാണ് പോകുന്നത്. സോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ നേരെ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, നോക്കുക. ആദ്യത്തെ ചോദ്യം ബന്ധം തിരിച്ചറിഞ്ഞ് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിൽ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം, അല്ലേ, അതുമായി ബന്ധപ്പെട്ടൊരു അസുഖമാണ് എന്ത്, അപസ്മാരം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തേത് പറയുന്നത് അപ്പോൾ തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നമുക്കൊന്ന് മനസ്സിലായി. കാരണം ആദ്യത്തേതിൻ്റെ ബന്ധം മനസ്സിലാക്കിയിട്ടാണ് രണ്ടാമത് എഴുതേണ്ടത്. അപ്പോൾ തലച്ചോറിൽ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹവുമായി ബന്ധപ്പെട്ട അപസ്മാരമാണെങ്കിൽ ഡോപ്പാമിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലമുണ്ടാകുന്ന അസുഖം ഏതാണ്? ഡോപ്പാമിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലമുണ്ടാകുന്ന അസുഖം ഏതാണ്? ഓക്കെ, നോക്കുക. അൾസൈമേഴ്സ് ആണോ, പാർക്കിൻസൺസ് ആണോ, ആർത്രൈറ്റിസ് ആണോ, എംഫിസീമ ആണോ, ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഓപ്ഷൻ ABCD ഏതാണെന്നുള്ളത് നിങ്ങൾ എഴുതിക്കോളൂ. നമ്മൾ അവസാന ഉത്തരം നമ്മൾ പറയുന്ന സമയത്ത് തെറ്റാണോ ശരിയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സമയം വേണ്ടവർ പോസ് ചെയ്തോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് പ്രസ്താവനകളിൽ ശരിയും തെറ്റും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസ്താവനകളിലെ ശരിയും തെറ്റും കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക. ആദ്യത്തെ പ്രസ്താവന, മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ആദ്യത്തെ പ്രസ്താവന. ഓക്കെ, ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും. നമ്മൾ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു, എങ്കിലും നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ആ ഒരു ഹോർമോണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതിനകത്ത് വരുന്ന രീതിയിൽ നമ്മളിവിടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. നോക്കുക. അടുത്തത് വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന. അടുത്തത് 3, ആഗ്നേയ ഗ്രന്ഥി ബഹിർസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അടുത്തത് 4, പാരാതെർമോൺ എന്താണ്, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കാൽസ്യത്തിൻ്റെ തോത് ഉയർത്തി സാധാരണ നിലയിലാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം 4 പ്രസ്താവനകൾ ഒന്ന് മനസ്സിരുത്തി വായിക്കുക. കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ ഹോർമോണുകൾ പഠിക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഉയർത്തുന്നത്, താത്തുന്നത്, സാധാരണ നിലയിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയല്ലേ കുറേയാണ്, അല്ലേ? അപ്പോൾ ഇതിൽ ഏതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലും നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരുണ്ടാവും, എനിക്കറിയാം. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എന്താണ് ഇത് എഴുതാൻ. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ആ ഒരു മേഖല ഇനി എത്രത്തോളം നോക്കാനുണ്ടെന്നുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിക്കോളും. എന്തായാലും പോസ് ചെയ്തിട്ട് ഇതിലേതാണ്, ഏതൊക്കെ ശരിയാണ്, ഏതൊക്കെ തെറ്റാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് എഴുതിക്കോളൂ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3, സഹോദരൻ അയ്യപ്പനെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? നവോത്ഥാനത്തിൻ്റെ ഭാഗത്ത് കുറേ നവോത്ഥാന നായന്മാരുടെ പേര് അവിടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതിനകത്ത് നമുക്ക് സഹോദരൻ അയ്യപ്പനെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക. യുക്തിവാദി പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. യജമാനൻ എന്ന് പറയുന്ന ഒരു മാസിക ആരംഭിച്ചതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് 1917 മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലേതൊക്കെയാണ് ശരിയെന്ന് നോക്കുക, എന്നിട്ട് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സമയം വേണ്ടവർ പോസ് ചെയ്തോളൂ. നമ്മൾ എന്തായാലും പെട്ടെന്ന് പോകുന്നത്, കാരണം ഒന്നാമത് നിങ്ങൾക്ക് വേറെ ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതെന്ത് ചെയ്യുക, പെട്ടെന്ന് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് തീർക്കാം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മീഥൈൽ ഓറഞ്ചിൻ്റെ ആൽക്കലിയിലെ നിറം എന്ത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മീഥൈൽ ഓറഞ്ചിൻ്റെ ആൽക്കലിയിലെ നിറം എന്താണ്? നിറമില്ല, അതല്ലെങ്കിൽ ഇളം ചുവപ്പാണോ, അതല്ലെങ്കിൽ ഇളം പിങ്കാണോ, ഇളം മഞ്ഞയാണോ, ഏതാണെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. എളുപ്പം എഴുതാലോ. ഓക്കെ, അടുത്തത് 5-ാമത്തേത്, ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. എന്താണ് ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം, അല്ലേ, പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. നോക്കുക. ദ്രാവകത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നുണ്ട്, വസ്തുവിൻ്റെ വ്യാപ്തം പറയുന്നുണ്ട്, ദ്രാവകത്തിൻ്റെ ഘർഷണം പറയുന്നുണ്ട്, വസ്തുവിൻ്റെ താപനില പറയുന്നുണ്ട്. സോ ഇതിൽ ഏതൊക്കെയാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് എഴുതുക.
അടുത്ത ആറാമത്തേത്, മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്നത് ആരുടെ വാക്കുകളാണ്? എന്താണ്? മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്നത് ആരുടെ വാക്കുകളാണ്? സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ, രാജാ റാം മോഹൻ റോയ്, ജ്യോതിറാവ് ഫുലെ. ഓക്കെ, അപ്പോൾ ഇതിൽ ആരാണെന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് 7, അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി ജിന്ന, മഹാത്മാഗാന്ധി, ഇവരിൽ ആരായിരുന്നു അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്? എഴുതിക്കോളൂ. അടുത്തത് 8, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാ? NC ഒക്കെ നമുക്ക് പഠിക്കാണ്ട് അറിയാലോ അല്ലേ, എടുത്ത് പറയുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്? പട്ടാഭി സീതാരാമയ്യ, മൗലാന അബ്ദുൽ കലാം ആസാദ്, JB കൃപലാനി, സുഭാഷ് ചന്ദ്രബോസ്, ഇവരിൽ ആരാണ്? എഴുതിക്കോളൂ. സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ. നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ. കുറിച്യർ കലാപം നമുക്ക് മുകളിൽ തന്നിട്ടില്ലേ, പഴശ്ശിരാജ, പാലിയത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. കുറിച്യർ കലാപം തന്നിട്ട് നമ്മൾ ആദ്യം ആ സിലബസിനകത്ത് കിടക്കുന്നതാണിത്. അപ്പോൾ അതിലെ കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചോദ്യം എന്താണ്? കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. അടുത്തത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. അടുത്തത് 3ാമത്തെ, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇവയെല്ലാം നമ്മളോട് ചോദ്യം കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് ഏതാണ് ഇതിലെ കാരണം എന്നുള്ളത് നോക്കിയിട്ട് എഴുതിക്കോളൂ. അടുത്തത് 10ാമത്തെ അവസാനത്തെ ചോദ്യം, മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്ന്? മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്ന് 1936 നവംബർ 12-നാണോ? 1947 ജൂൺ 2-നാണോ? 1947 ജൂലൈ 2-നാണോ? 1947 ഡിസംബർ 2-നാണോ? ഇത് ചിലപ്പോൾ ചിലരുടെ കൺഫ്യൂഷനാണ്, ചിലർ സിമ്പിളായിരിക്കും. നിങ്ങൾ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 10 ചോദ്യങ്ങളായി. 10 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു പോകും. നമുക്ക് അത്രയല്ലേ വേണ്ടു. നമുക്കിതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. നോക്കുക, ബന്ധം തിരിച്ചറിഞ്ഞ് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ള. തലച്ചോറിൽ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹമാണ് അപസ്മാരം എന്നറിയാം. എങ്കിൽ തലച്ചോറിലെ ഡോപാമിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? നമുക്കറിയാം. അത് ഏതാണ്? അത് പാർക്കിൻസൺസിലെ പാർക്കിൻസൺസ് രോഗമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 1ാമത്തേൻ്റെ ഉത്തരം. ഓപ്ഷൻ ബി ആണ്. അടുത്ത 2 നോക്കുക. പ്രസ്താവനകളിൽ ശരിയും തെറ്റും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ശരി ഏത്, തെറ്റേത് എന്നുള്ളത് കണ്ടെത്തണം. നോക്കുക, മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അത് ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ളതാണോ? ഒരു പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നെ പഠിച്ചു പോവുക എന്ത്? ആ പ്രസ്താവന ശരിയായിട്ടുള്ള. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ആ കാര്യം ശരിയാണ്. അടുത്ത് നോക്കൂ, വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു. വാസോപ്രസിൻ ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്നു. പഠിച്ചിട്ടുണ്ടാവും വാസോപ്രസിൻ എന്ന് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ശരിയായിട്ടൊരു കാര്യമാണ്, തെറ്റല്ല വാസോപ്രസിനെ സംബന്ധിച്ചിടത്തോളം. അടുത്ത ആഗ്നേയ ഗ്രന്ഥിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത് ബഹിർസ്രാവി ഗ്രന്ഥിയായിട്ടും അതുപോലെ തന്നെ അന്തസ്രാവി ഗ്രന്ഥിയായിട്ടും പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത് ബഹിർസ്രാവി ഗ്രന്ഥിയായിട്ടും അതുപോലെ തന്നെ അന്തസ്രാവി ഗ്രന്ഥിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അവസാനത്തെ പാരാതെർമോണുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഈ പാരാതെർമോൺ എന്ന് പറയുന്നത് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കാൽസ്യത്തിൻ്റെ തോത് ഉയർത്തി സാധാരണ നിലയിലാക്കുന്നത് ആരാണ്? അത് ഈ പാരാതെർമോണാണ്. അപ്പോൾ ഈ പറയുന്ന പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന തെറ്റും ശരിയും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പക്ഷേ എല്ലാം ശരിയാണ്. 1, 2, 3, 4 ഈ 4ഉം ശരിയായിട്ട് വരുന്നത്. ഇതൊക്കെ തെറ്റ്. ഓക്കെ, ഇവിടെ ഒരു ശരിയുണ്ട്. 1, 2, 3. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ. നമുക്ക് ഉത്തരം എല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പഠിച്ചു വെച്ചോളൂ. ഇവിടെ തന്നെ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ തെറ്റല്ലല്ലോ. അപ്പോൾ ശരി മാത്രമല്ലേ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, സഹോദരൻ അയ്യപ്പനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കുക, യുക്തിവാദി പത്രത്തിൻ്റെ സ്ഥാപകൻ. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനല്ലേ? യുക്തിവാദി പത്രത്തിൻ്റെ സ്ഥാപകനല്ലേ? അതെ, ആണ്. അടുത്ത് നോക്കുക, 2ാമത്തത്, കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ആര് തന്നെയാണ്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. നോക്കുക, യജമാനൻ എന്ന മാസിക ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. യജമാനൻ എന്ന് പറയുന്ന മാസിക ആരംഭിച്ചത് അത് വാഗ്ബടാനന്ദനാണ് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രസ്താവന
തെറ്റാണ്. അടുത്ത 1917 മിശ്ര ഭോജനത്തിന് തുടക്കം അല്ലെങ്കിൽ നേതൃത്വം നൽകിയെന്ന് പറയുന്നത് മിശ്ര ഭോജനം ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ 1, 2, 4 ശരിയില്ലേ? 1, 2, 4 ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത 4 നോക്കുക. മീഥൈൽ ഓറഞ്ചിൻ്റെ ആൽക്കൈനിലെ നിറം എന്ത്? ആൽക്കലിയിലെ നിറം എന്ത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൽക്കലിയിൽ ഏതാണ്? ഇളം മഞ്ഞ നിറമാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത നോക്കുക. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കുക, ദ്രാവകത്തിൻ്റെ സാന്ദ്രത അതുമായി ബന്ധപ്പെട്ട ഒരു ഘടകമാണ്. അടുത്ത വസ്തുവിൻ്റെ വ്യാപ്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിടക്കുന്നുണ്ട്. ദ്രാവകത്തിൻ്റെ ഘർഷണം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വസ്തുവിൻ്റെ താപനില പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്ക് 1ഉം 2ഉം പറയാനായിട്ട് സാധിക്കുമ്പോൾ നോക്കുക. അപ്പോൾ 1ഉം 2ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ എ ഇവിടെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് 6. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്നത് ആരുടെ വാക്കുകളാണ്? അത് സ്വാമി വിവേകാനന്ദൻ. ഓപ്ഷൻ ബി, സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. 6ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത 7. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമുക്കറിയാം, നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കാനുള്ള മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. സോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യം ചോദിച്ചൂടെ? എന്താണ് അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? അത് മഹാത്മാഗാന്ധി ആയിരുന്നു അല്ലേ? മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ചോദ്യം ചോദിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ 7ാമത്തെ ഉത്തരം മഹാത്മാഗാന്ധി ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. ആദ്യ പ്രസിഡന്റ് അല്ല ചോദിച്ചിട്ടുള്ളത്. എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാ എന്നുള്ളതാണ്. ആരാണത്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലേ? മത്സരിക്കുകയാണല്ലേ സുഭാഷ് ചന്ദ്രബോസും. പിന്നീട് ആരാണ്? പട്ടാഭി സീതാരാമയ്യയും മത്സരിക്കുന്നു. അവിടെ സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യുന്നുണ്ട്? മത്സരത്തിൽ ജയിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം പട്ടാഭി സീതാരാമയ്യ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഉത്തരം എഴുതരുത്. ഉത്തരം എന്താണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ 8ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത 9. കുറിച്യർ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയിരുന്നു. അതൊരു കാരണം തന്നെയായിരുന്നു. പിന്നീട് നികുതി പണമായിട്ട് അടയ്ക്കാൻ നിർബന്ധിച്ചു. അവർ സാധനങ്ങൾ, അവർ കാരണം വെച്ചാൽ പണമല്ലല്ലോ, അവർ ഈ പറയുന്ന സാധനങ്ങളൊക്കെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ ഈ കുറിച്യർ. അപ്പോൾ ഈ സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് സാധനങ്ങളായിട്ട് വേണ്ട, പകരം പണമായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നികുതി പണമായിട്ട് അടയ്ക്കാൻ നിർബന്ധിച്ചു. അതുപോലെ തന്നെ നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന കുറിച്യർ കലാപത്തിൻ്റെ കാരണങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 9ാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കാരണം എന്താണ്? കാരണം ഇതൊരു കാരണമാണ്, ഇതൊരു കാരണമാണ്, ഇതൊരു കാരണമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഏത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും? ഓപ്ഷൻ ഡി തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത 10 അവസാനത്തെ മലബാർ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എപ്പോഴാണ്? 1947 ജൂൺ 2. 1947 ജൂൺ 2-നാണ്. അപ്പോൾ 10ാമത്തേൻ്റെ ഉത്തരം ബി ആണ്. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ നോക്കി. 10 ക്വസ്റ്റ്യൻസിലെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫൈനൽ ലാപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഏപ്രിൽ 29-ന് ആരംഭിക്കുന്ന ആ ഒരു തിങ്കളാഴ്ച ആരംഭിക്കുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ ബാച്ചായിട്ട് നമുക്ക് കൊണ്ടുപോകാം. പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ബാച്ചിനകത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും മോഡൽ പരീക്ഷ 100 മാർക്കിൻ്റെ സിലബസ് അനുസൃതമായിട്ടുള്ള മോഡൽ പരീക്ഷ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഓരോ ദിവസവും പഠിക്കാൻ തരുന്ന മേഖലകളുടെ റിവിഷൻ നമ്മൾ തൊട്ടടുത്ത ദിവസം നടത്തുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകൾ, ഈ പറഞ്ഞ പോലെ ലൈവ് ക്ലാസ്സുകൾ രാവിലെയും വൈകുന്നേരവും തരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകൾ തരുന്നുണ്ട്. സ്കൂൾ പാഠപുസ്തകങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സോഷ്യലിൻ്റെയും സയൻസിൻ്റെയും മാത്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ തരുന്നുണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. തിങ്കളാഴ്ച ആരംഭിക്കുന്ന ഒരു ബാച്ചിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? സ്ക്രീനിൽ കാണുന്ന 9747886626 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.